നമസ്കാരം. റാംബ്ലിംഗ് ലോയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. എനിക്കൊന്ന് ഇവിടെ വന്നിട്ട് ഞാൻ ലോങ് വീഡിയോസ് ചെയ്തിട്ടേ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേരൊക്കെ ഇൻസ്റ്റയിലൊക്കെ കുറേ പേരൊന്നും ഇല്ല കേട്ടോ, കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. അങ്ങോട്ട് വന്നിട്ട് കാര്യമുണ്ടോ, ഇപ്പോൾ UK വന്നിട്ട് വല്ല കാര്യമുണ്ടോ, പാർട്ട് ടൈം കിട്ടുമോ, അത് കിട്ടുമോ, ഇത് കിട്ടുമോ, അങ്ങനെ കോഴ്സ് ചെയ്തെടുത്താലാണ് നല്ലത്, ഏതാ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റിൽ ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഓപ്ഷൻ നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ആദ്യത്തെ കാര്യം, നിങ്ങളിങ്ങോട്ട് വരുന്നത് ഒരു നല്ല കോഴ്സ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ്, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാസ്റ്റേഴ്സ് എടുത്ത് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ തന്നെ ഇവിടെ വല്ല ജോലിയും നോക്കി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഒരു ജോലി കിട്ടി ഇവിടെ സെറ്റിൽ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നിങ്ങളിവിടെ പഠിക്കാനും അതിന് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക, അത്യാവശ്യം നല്ല ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ജോലി വാങ്ങിക്കണം, ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇപ്പോഴും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോഴും ഇവിടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ റിസ്ക് എടുക്കാത്തവർ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഒരു വിധമൊക്കെ ഒരു 70%, ഒരു 75% ആളുകളും ട്രൈ ചെയ്യുന്നവർ രക്ഷപ്പെടാറുണ്ട് എന്നാണ് എനിക്കിപ്പോഴും ഇവിടെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാനാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോരുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നേരെ ഓപ്പോസിറ്റ്, അതായത് എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്ലാസ്സിൽ പോവാതെ നിങ്ങൾ എന്തെങ്കിലും പാർട്ട് ടൈം ചെയ്ത് ക്യാഷ് ഇൻ ഹാൻഡൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കുക, ആ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് വരിക വേണ്ട. കാരണം ക്യാഷ് ഇൻ ഹാൻഡൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈലി റിസ്ക് ആണ് ഇപ്പോൾ. കാരണം ക്യാഷ് ഇൻ ഹാൻഡ് എങ്ങാനും പിടിച്ചാൽ അന്നേരം തന്നെ ഡിപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്കൊരു 10 വർഷത്തേക്ക് ഇങ്ങോട്ട് വരാനേ പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ വേറെ എവിടേക്ക് പോകുമ്പോഴും നിങ്ങളുടെ വിസയിൽ ഈ ഒരു സാധനം ഡിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ പല സ്ഥലത്തും പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടിയിട്ട് ആരും ഇങ്ങനെ വരാതിരിക്കുക ദയവായിട്ട്. പിന്നെ ചിലർ ചോദിക്കുന്നത് ഏത് കോഴ്സ് എടുക്കുന്നതാണ് നല്ലത്. ഇത് ഇവിടുത്തെ ഇപ്പം ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് മാറിയിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും ഇവിടുത്തെ ഷോർട്ടേജ് ഉള്ള ജോലികൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഒബ്വിയസ്ലി മെഡിക്കൽ ഫീൽഡ്, നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്തായാലും ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ കോഴ്സ് ഏതാണെന്ന് ചൂസ് ചെയ്യുക. വെറുതെ റാൻഡമായിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് അവിടെ പോകണം, അങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കോളേജ് അഥവാ യൂണിവേഴ്സിറ്റി എടുക്കുമ്പം ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, നല്ല യൂണിവേഴ്സിറ്റി ആണോ നോക്കുക, സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എടുക്കാൻ നോക്കുക, നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി എടുക്കാൻ നോക്കുക. ഇവിടെ വന്നിട്ട് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പാർട്ട് ടൈമിനല്ല നിങ്ങൾ വന്നത്, ക്ലാസ്സിനാണ്, ഇവിടെ പഠിക്കാനാണ് വന്നതെന്നുള്ള ഓർമ്മ ആദ്യം ഉണ്ടാവണം. കാരണം നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ആവുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്കല്ല, നേരെ നമ്മുടെ ഹോം ഓഫീസിലും കൂടെ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി 2-3 ദിവസം ക്ലാസ് ലീവ് ആക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഹോം ഓഫീസിൽ നിന്ന് മെയിൽ വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ സോ നമ്മൾ ക്ലാസ് നല്ല രീതിക്ക് ക്ലാസ്സിൽ വന്ന് ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കാര്യങ്ങൾ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ UK എല്ലാവർക്കും അറിയാം പാർട്ട് ടൈം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് നമുക്കറിയാം. കൂടുതലും ഇവിടെ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ വെയർ ഹൗസസ്, കെയർ ഹോംസ്, ഹോട്ടൽ, നമ്മുടെ റെസ്റ്റോറൻറ്റ് ജോബ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും കുട്ടികൾ പോകുന്നത്. ഇപ്പം NHS ഒക്കെ, അതായത് നമ്മളിപ്പം ട്രൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് NHS പാർട്ട് ടൈം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് പാർട്ട് ടൈം എടുത്ത് ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഇവിടേക്ക് വരുന്നു, അപ്പോൾ ഒരു സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്നൊരു കുട്ടി ഓഗസ്റ്റിൽ വരികയാണെങ്കിൽ ആ കുട്ടി അന്നേരം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പാർട്ട് ടൈം കിട്ടും. പക്ഷേ നോർമലി ഇവിടെ വരുന്ന കുട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ സെപ്റ്റംബറിൽ കയറി വന്നു, അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റിൽ, അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് കയറി വരും, സെപ്റ്റംബർ ഇൻടേക്ക് ഓഗസ്റ്റിൽ വരും. അവർ എക്സ്പ്ലോർ ചെയ്യും, ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യും, മാഞ്ചസ്റ്റർ എക്സ്പ്ലോർ ചെയ്യും, എല്ലാം പോകാനുള്ള സ്ഥലം അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ശേഷം വന്നവരൊക്കെ ഈ ബുദ്ധിയുള്ള പിള്ളേർ എല്ലാ സ്ഥലത്തും പാർട്ട് ടൈമൊക്കെ അന്വേഷിച്ച് കയറിയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഒരു ജോലി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു സീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ പഠനം, രണ്ടാമത് നമ്മൾ എന്താ പറയുക, ഈ പാർട്ട് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ശ്രമിക്കുക. നമുക്ക് ട്രൈ ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല. ഞാനും വന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് എനിക്ക് കിട്ടിയത്. ടൈം എടുത്ത മീൻസ് അത് എൻ്റെ
ബോധമില്ലായ്മ കൊണ്ട് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് ലേറ്റായിപ്പോയത്. ഞാൻ സെപ്റ്റംബർ 27-നാണ് വന്നത്. എനിക്ക് ഒക്ടോബർ ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്ക് കയറേണ്ടി വരുന്നത്. ഞാൻ ഒരു ഇൻ്റർവ്യൂ കോള് വന്നത് എനിക്ക് എടുക്കാൻ പറ്റാത്തതിൻ്റെ പുറത്ത് ഞാൻ ഒരുപാട് ഡിലേ വന്നു എനിക്ക് പിന്നീട് ജോലിയിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് വെച്ചാൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അല്ലാതെ നാട്ടുകാർ പലരും കളിയാക്കും കെയർ ഹോമിൽ അത് ചെയ്യല്ലേ, വെയർ ഹൗസിൽ മറ്റേ പട്ടിപ്പണി എടുക്കല്ലേ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എടുക്കേണ്ടി വരും. അത്തരം നന്നായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ നമുക്ക് നല്ല ജോലികളും കിട്ടും. ഇപ്പോൾ NHSൽ എന്താ പറയുക, ക്ലറിക്കൽ പോസ്റ്റുകൾ അങ്ങനെയുള്ള പോസ്റ്റുകളിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ട്. നമ്മൾ ശ്രമിക്കണം. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഇവിടെയുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിപ്പെൻഡൻസിനെ ഇനി മുതൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഡിപ്പെൻഡൻസിനെ എനിക്ക് തോന്നുന്നു PhD റിസർച്ച് കോഴ്സുകൾക്ക് വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഡിപ്പെൻഡൻസിനെ ഇനി കൊണ്ടുവരാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ വന്നിട്ട് നൈസായിട്ട് നമ്മളെ കെയർ ഹോം വിസയിലേക്ക് മാറി അങ്ങനെ വരാൻ നോക്കുന്നവരോടും കെയർ ഹോം വിസ നിങ്ങൾ എടുക്കുമ്പോൾ നാട്ടിൽ നിന്ന് എടുക്കുന്നവരാണെങ്കിലും ഇവിടെ നിന്ന് എടുക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ഷിഫ്റ്റ് കിട്ടും. കാരണം നിങ്ങൾ ഏജൻസിയുടെ അതായത് ഏജൻസി വഴി നിങ്ങളൊരു സ്പോൺസർഷിപ്പ് ഒപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുക പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ആഴ്ചയിൽ കിട്ടില്ല. അത് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു 10 ലക്ഷമോ 15 ലക്ഷമോ കൊടുത്തിട്ടായിരിക്കും സ്പോൺസർഷിപ്പ് വാങ്ങിച്ചത്. ഈ ക്യാഷ് നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കിയതാണെങ്കിലും അത് തിരിച്ചടയ്ക്കാനും ബാക്കി കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളൊരു എന്താ പറയുക ഈ എളുപ്പവഴി വളഞ്ഞ വഴി നോക്കുന്നവർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പ്രോപ്പർ ഷിഫ്റ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ വളഞ്ഞ വഴികളിലൂടെ പോവാതെ ഇപ്പം നിങ്ങളൊരു കെയർ ഹോമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ വേണ്ടി വരും. അപ്പോൾ അവർ സ്വമേധയാ കെയർ ഹോം തന്നെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരും ഫ്രീ ഓഫ് കോസ്റ്റ്. അങ്ങനെ തരുന്നതാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അപ്പോഴും നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഇലക്ഷൻ കഴിയാതെ പുതിയ ഗവൺമെൻറ് വരാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിലവിലുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ കെയർ ഹോം അല്ലാതെ ബാക്കിയുള്ള പല ജോലികളിലും ഇപ്പോൾ NHSൻ്റെ മറ്റുള്ള എല്ലാ പോസ്റ്റുകളിലും നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ പറ്റും. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറൊരു കാര്യം നമ്മുടെ PSW ആണ്. PSWയിൽ സ്റ്റിൽ 2 ഇയർ PSW നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിൽ ഒരു മാറ്റം ഇതുവരെ വരുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഋഷി സുനകിൻ്റെ സർക്കാരല്ല, മറ്റേ നമ്മളെ ഓപ്പോസിറ്റ് പാർട്ടിയും പറഞ്ഞിരിക്കുന്നത്, അവർ പറഞ്ഞിട്ടുള്ളത് നിലവിൽ സ്റ്റുഡൻസിനെതിരായിട്ട് ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിൽ PSW 2 ഇയർ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് കയറി പോരാൻ തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളിവിടെ വന്ന് കുറച്ച് കഷ്ടപ്പെടാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ PSW ഉണ്ട്. അതിനിടയിൽ നിങ്ങൾക്ക് ജോലിയാക്കാം. ഇനി ജോലിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതും എടുത്തായിട്ടുള്ള ക്യാഷ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകാനെങ്കിലും പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഒരു നമ്മുടെ എന്താ പറയുക എഡ്യൂക്കേഷനും അവിടുത്തെ ഒരു അക്കാഡമിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആണ് അത് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് 2 ഇയർ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഉണ്ടാക്കിയ ബാധ്യതകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് UK ഇപ്പം നിലവിലത്തെ സാഹചര്യങ്ങൾ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, ഒരു 1 ഇയർ ആവുന്നേ ഉള്ളൂ ഇപ്പോൾ. അപ്പം എൻ്റെ ഇത്ര കാലത്തെ കുഞ്ഞ് അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വലിയ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടും, കാരണം എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ സോളിസിറ്റർ ഓഫീസിലും സോളിസിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ LLM സ്റ്റുഡൻ്റാണ്. അപ്പോൾ ലോ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി നിങ്ങൾക്ക് തരാം. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ UK എന്താ പറയുക ഏറ്റവും മോശം തീരുമാനമാണ്, ഓപ്ഷനാണ് എന്നൊന്നും ഞാൻ പറയില്ല. സ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് ഹോപ്പുണ്ട്. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടും റിസ്ക് എടുക്കാനും കഷ്ടപ്പെടാനും ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറായി വരുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോഴും ഇങ്ങനെ ധൈര്യമായിട്ട് പോന്നോളൂ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം വീഡിയോ. താങ്ക് യു.